ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതും സപ്പോർട്ട് പ്രൈസിനടുത്ത് ട്രേഡ് ചെയ്യുന്നതും ഹയർ സൈഡിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതുമായ 200 രൂപ മാത്രം വില വരുന്ന രണ്ട് ക്വാളിറ്റി സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് NBCC ഇന്ത്യ ലിമിറ്റഡ്. NBCC വെള്ളിയാഴ്ച 1.2% ഉയർന്ന് 173 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 31,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 72.35, ഡിവിഡന്റ് ഈൽഡ് 0.36%, 52 വീക്കിലോ 56, 52 വീക്ക് ഹൈ 209. PSU സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനികളും കറക്ഷൻ ഫേസിലേക്ക് നീങ്ങിയതുകൊണ്ടാണ് NBCC എന്ന സ്റ്റോക്കും ഇപ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 5%-ലേറെ കറക്റ്റ് ആവുകയും ചെയ്തു. 6 മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ 51%-നടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് 200%-നടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു. 2023 സെപ്റ്റംബർ മാസത്തിൽ 56 രൂപയ്ക്ക് അടുത്ത് ലഭിച്ചിരുന്ന NBCC 2024 ആഗസ്റ്റ് മാസത്തിൽ 200 എന്ന റേഞ്ച് മറികടക്കുകയും ചെയ്തിരുന്നു. റീസെന്റ് NBCC എന്ന സ്റ്റോക്കിനെ കോർപ്പറേറ്റ് അനൗൺസ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനി 1:2 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചിരുന്നു. ബോണസിന്റെ റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ 7 റെക്കോർഡ് ഡേറ്റിനടുത്ത് വരുംതോറും സ്റ്റോക്കിൽ ബൈയിങ് മൊമെന്റവും വോളറ്റിലിറ്റിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് 414%-നടുത്ത് റിട്ടേണാണ് ഓഫർ ചെയ്തത്. NBCC എന്ന സ്റ്റോക്കിൽ പല അനലിസ്റ്റുകളും ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ചോയ്സ് ബ്രോക്കിംഗ് ഫീം പറയുന്നത് 172-നും 197-നും ഇടയിൽ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 190 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് വരാം. അവിടെ നിന്നും സ്റ്റോക്ക് 205, 210, 220, 250 തുടങ്ങിയ ലെവലുകളിലേക്കും ഉയർന്നേക്കാം. സ്റ്റോക്കിന്റെ ഏറ്റവും പ്രധാന സപ്പോർട്ട് 170 ആണ്. കൂടാതെ 165 എന്ന ലെവലിൽ നമ്മൾക്ക് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. റീസെന്റ് സ്റ്റോക്ക് 170 എന്ന ലെവലിനെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റോക്കിനെ പരിഗണിക്കുന്നത്. ഇവിടെ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ മികച്ച റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. NBCC എന്ന കമ്പനി ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള ഒരു സിവിൽ എഞ്ചിനീയറിംഗ് എന്റർപ്രൈസസ് ആണ്. കമ്പനിക്ക് നവരത്ന സ്റ്റാറ്റസ് ഉണ്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സെക്ടറിലെ അൺഡിസ്പ്യൂട്ടഡ് ലീഡറായിട്ട് വിശേഷിപ്പിക്കാവുന്ന ഒരു കമ്പനി കൂടിയാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 170 പ്രധാന സപ്പോർട്ടും 200 പ്രധാന റെസിസ്റ്റൻസുമാണ്. 170-നടുത്ത് 174 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് പ്രൈസിൽ സ്റ്റോക്കിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ റേഞ്ച് അല്ലെങ്കിൽ ഈ സ്റ്റോക്കിനെ പരിഗണിക്കാം. 169-ന്റെയോ 165-ന്റെയോ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നത്. NBCC പോലെ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതും സപ്പോർട്ട് പ്രൈസിനടുത്ത് ട്രേഡ് ചെയ്യുന്നതുമായ മറ്റൊരു സ്റ്റോക്കാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3.5% ഉയർന്ന് 266 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 92,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കിന്റെ 52 വീക്ക് ഹൈ 335, 52 വീക്കിലോ 113. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന് NTPCയുടെ സൈഡിൽ നിന്നും 6,100 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ളതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഛത്തീസ്ഗഡിൽ 1,800 മെഗാവാട്ട് ശേഷിയുള്ള സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്രോജക്ടിന്റെ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ ഓർഡറാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്ന കമ്പനിക്ക് NTPCയുടെ സൈഡിൽ നിന്നും ലഭിച്ചത്. NTPCയുടെ റീസെന്റ് നടന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗിൽ ഏകദേശം 20,000 കോടി രൂപയുടെ, കൃത്യമായി പറയുകയാണെങ്കിൽ 21,000 കോടി രൂപയ്ക്ക് അടുത്തുള്ള എക്സ്പാൻഷൻ അല്ലെങ്കിൽ പ്രോജക്ട് ഇംപ്ലിമെന്റേഷനെ കുറിച്ചാണ് ധാരണയായത്. ഇതിൽ ഛത്തീസ്ഗഡിൽ മാത്രം 9,700 കോടി രൂപയുടെയും ഒഡീസയിൽ 11,000 കോടി രൂപയുടെയും ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കമ്പനി ലക്ഷ്യമിടുന്നു. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്ന കമ്പനി പവർ പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പവർ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനി പവർ പ്രോജക്റ്റ് സെഗ്മെന്റിലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർ കമ്പനി കൂടിയാണ്. കമ്പനി പ്രധാനമായും എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്ന കമ്പനിക്ക് തുടർച്ചയായ ഓർഡർ ലഭിക്കുന്നു. കഴിഞ്ഞ മാസം ഈ കമ്പനിക്ക് അദാനി ഗ്രൂപ്പിന്റെ സൈഡിൽ നിന്നും 11,000 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരുന്നു. 3 തെർമൽ പവർ പ്രോജക്റ്റുകൾ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓർഡറാണ് ലഭിച്ചത്. രാജസ്ഥാനിൽ 2ഉം മധ്യപ്രദേശിൽ 1ഉം 1,600 മെഗാവാട്ട് ശേഷിയുള്ള സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡർ അദാനി ഗ്രൂപ്പിന്റെ സൈഡിൽ നിന്നും ലഭിച്ചിരുന്നു. അതിനു മുൻപേ കമ്പനിക്ക് ദാമോദർ വാലി കോർപ്പറേഷന്റെ സൈഡിൽ നിന്നും 1,600 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ഓർഡർ ലഭിച്ചിരുന്നു. കൂടാതെ കമ്പനിക്ക് ജാർഖണ്ഡിൽ നിന്നും 1,600 മെഗാവാട്ട് ശേഷിയുള്ള, ജാർഖണ്ഡിലെ കൊഡേർമ ഡിസ്ട്രിക്റ്റിൽ 1,600 മെഗാവാട്ട് ശേഷിയുള്ള ഒരു കോൾ ബേസ്ഡ് പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡറും ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ കമ്പനിക്ക്
ഇന്റർനാഷണൽ കോമ്പറ്റിറ്റീവ് ബിഡിംഗ് വഴിയും 1600 മെഗാവാട്ട് ശേഷിയുള്ള ഒരു സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡറും ലഭിച്ചിരുന്നു. ബെൽ കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഓർഡർ ബുക്ക് വളരെയധികം സ്ട്രോങ് ആണ്. കമ്പനിക്ക് ഫ്യൂച്ചറിൽ മികച്ച രീതിയിലുള്ള ഓർഡർ ലഭിക്കാൻ സാധ്യതയുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെങ്കിലും സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. ഡെയിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 250 സ്റ്റോക്കിന്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. റീസെന്റ് സ്റ്റോക്ക് 250 എന്ന ലെവലിലേക്ക് എത്തുകയും അവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു ബൈയിങ് മൊമെന്റം ആരംഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 266 അടുത്തായിട്ടാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത്. ഇവിടെ നിന്നും സ്റ്റോക്ക് 273, 277, 285 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഈ സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളവർക്ക് 248ന്റെയോ 247ന്റെയോ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. 250 സ്റ്റോക്കിന്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. അതുകൊണ്ട് സ്ട്രോങ് സപ്പോർട്ടിനടുത്ത് സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് BEL അല്ലെങ്കിൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.